ഹായ്, ഫുട്ബോൾ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോളിലെ നിലവിലുള്ള അവസ്ഥ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് എയിൽ നമുക്ക് നോക്കാം. മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക റൗണ്ട് 32 ക്വാളിഫൈ ചെയ്തു. മെക്സിക്കോ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. സൗത്ത് ആഫ്രിക്ക 3 കളി 4 പോയിൻ്റായിട്ട് രണ്ടാം സ്ഥാനമായിട്ട് അവരും കടന്നു. പിന്നുള്ളത് സൗത്ത് കൊറിയക്ക് 3 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവരെന്തായാലും 3ാം സ്ഥാനമായിട്ട് റൗണ്ട് 32 വരാൻ ചാൻസ് ഉണ്ട്. പിന്നീടുള്ളത് സ്വിറ്റ്സർലാൻഡ് ഗ്രൂപ്പ് ബി. സ്വിറ്റ്സർലാൻഡ് 3 കളിയിൽ 7 പോയിൻറ്റുമായിട്ട് റൗണ്ട് 32 കടന്നു. കാനഡാവും 3 കളി 4 പോയിൻ്റായിട്ട് അവരും കടന്നു. പിന്നെ ബോസ്നിയാവും 3 കളി 4 പോയിൻ്റായിട്ട് അവരും റൗണ്ട് 32 അവരും കയറി. പിന്നെ ഗ്രൂപ്പ് സി ബ്രസീൽ, മൊറോക്കോ, സ്കോട്ട്ലാൻഡ്, ഹൈറ്റി. അത് ബ്രസീലും മൊറോക്കോവും ഗ്രൂപ്പ് 32 കടന്നു. ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി 3 കളിയിൽ 7 പോയിൻ്റ്. മൊറോക്കോക്കും 3 കളി 7 പോയിൻ്റ്. ഗോളിൻ്റെ ഡിഫറൻസിൽ മൊറോക്കോ ഗ്രൂപ്പ് 2ാം സ്ഥാനക്കാരായി അവരും റൗണ്ട് 8 കടന്നു. പിന്നെയുള്ള സ്കോട്ട്ലാൻഡ് 3 പോയിൻ്റ് ഉണ്ട്. അവർ പിന്നെ ഗ്രൂപ്പ് റൗണ്ട് 8 കടന്നിട്ടില്ല. അവർ മറ്റുള്ള കളിയെ നോക്കിയിട്ട് ചിലപ്പോൾ റൗണ്ട് 8 കടക്കാൻ ചാൻസ് ഉണ്ട് സ്കോട്ട്ലാൻഡിന്. പിന്നെ ഗ്രൂപ്പ് ഡി USA, ഓസ്ട്രിയ, പരാഗ്വ, തുർക്കി ഏതായാലും പുറത്തായി. പിന്നെ പരാഗ്വ, USA ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് റൗണ്ട് 8 കടന്നു. ഓസ്ട്രേലിയ, പരാഗ്വയ്ക്കും റൗണ്ട് 32 കടക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റുള്ള ടീമിൻ്റെ ഗോൾ എവറേജൊക്കെ നോക്കിയിട്ട് അവരും ചിലപ്പോൾ റൗണ്ട് 32 കടക്കും. പിന്നെ ഗ്രൂപ്പ് ഇ ജർമ്മനി, ഐവറി കോസ്റ്റ്, ഇക്വഡർ, കുറാക്കാവോ. അതിനകത്ത് കുറാക്കാവോ പുറത്തായി. ഇക്വഡർ 3ാം സ്ഥാനമായിട്ട് അവരും കടന്ന്. ജർമ്മനി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. ഐവറി കോസ്റ്റും 6 പോയിൻറ്റും 2 പേർക്കും ഗോളിൻ്റെ വ്യത്യാസത്തിൽ ജർമ്മനി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവർ 3 ടീമും ഗ്രൂപ്പ് ഇന്ന് റൗണ്ട് 30 കടന്നു. പിന്നെ ഗ്രൂപ്പ് എഫ് നെതർലാൻഡ്, ജപ്പാൻ, സ്വീഡൻ, ടുണീഷ്യ. അതിനകത്ത് നെതർലാൻഡ് 3 കളി 7 പോയിൻറ്റ്, ജപ്പാൻ 3 കളി 5 പോയിൻറ്റ്, സ്വീഡനും 3 കളി 4 പോയിൻറ്റ്. ഒരു 3 ടീമും റൗണ്ട് 30 കടന്നു. നെതർലാൻഡ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ, സ്വീഡനും 3ാം സ്ഥാനമായിട്ട് അവരും കടന്നു. പിന്നെ ഉള്ളത് ഗ്രൂപ്പ് ജി ഈജിപ്ത്, ഇറാൻ, ബെൽജിയം, ന്യൂസിലാൻഡ്. അതിലിപ്പോൾ റൗണ്ട് 2 കളി കഴിഞ്ഞുള്ളൂ. 1 കളി ബാക്കിയുണ്ട്. ഈജിപ്തിന് 1 കളി ബാക്കിയുണ്ട്, ഇറാനിന് 1 കളി, ബെൽജിയം, ന്യൂസിലാൻഡ്. അതിപ്പോൾ ബെൽജിയം ജയിക്കുകയാണെങ്കിൽ അവർ റൗണ്ട് 8 കടക്കും. ഇറാനും ബെൽജിയത്തിനും റൗണ്ട് 8 കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ 3 ടീമും ആ ഗ്രൂപ്പിൽ നിന്ന് റൗണ്ട് 8 കടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്പെയിൻ, ഉറുഗ്വ, കോപ്പ സൗദി അറേബ്യ. അപ്പോൾ സ്പെയിൻ, ഉറുഗ്വയാണ് ഇന്നത്തെ കളിയുള്ളത്. അപ്പോൾ സ്പെയിൻ ഇവിടെ തോക്കുവാണെങ്കിൽ, കോപ്പ വെർഡെ ജയിക്കുവാണെങ്കിൽ സ്പെയിനും 3ാം സ്ഥാനത്തിലോട്ട് വരും. ഉറുഗ്വയ്ക്കും കോപ്പ വെർഡേക്കും 5-5 പോയിൻ്റ് ആവും. അവർ ഫസ്റ്റ് സെക്കൻഡ് ആവും. സ്പെയിൻ 3ാം സ്ഥാനത്ത് വന്നു. 3ാം സ്ഥാനത്ത് റൗണ്ട് 8 കടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്പെയിൻ ജയിക്കുവാണെങ്കിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അവർക്ക് റൗണ്ട് 8 കടക്കാം. ഉറുഗ്വ കോപ്പ വെർഡെ ജയിക്കുവാണെങ്കിൽ കോപ്പ വെർഡെ 2ാം സ്ഥാനമായിട്ട് അവരും കിടക്കും. അപ്പോൾ ഉറുഗ്വയും സൗദി അറേബ്യയും ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവും. പിന്നെ ഗ്രൂപ്പ് ഐ ഫ്രാൻസ്, നോർവേ, സെനഗൽ, ഇറാഖ്. അതിനകത്തുനിന്ന് ഫ്രാൻസ്, നോർവേയും ഓൾറെഡി കടന്നു. ഫ്രാൻസ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവും. ഇനിയുള്ളത് ഫ്രാൻസും നോർവേയും കളിയാണ്. അതിനകത്ത് അവർക്ക് തോറ്റാലും പ്രശ്നമില്ല. പിന്നെ സെനഗൽ, ഇറാഖ്. അവർ ഇപ്പോൾ പോയിൻ്റൊന്നുമില്ല. അവർ ജയിച്ചു കഴിഞ്ഞാൽ 3 പോയിൻ്റ് കിട്ടും. ചിലപ്പോൾ റൗണ്ട് 8 കടക്കും. സാധ്യത കുറവാണ്. ബാക്കിയുള്ള ടീമിനൊക്കെ 4 പോയിൻ്റ് ഉണ്ട്. 4 പോയിൻ്റുള്ള ടീമാണ് കൂടുതലും
മൂന്നാം സ്ഥാനത്ത് നിന്ന് റൗണ്ട് 8 കിടക്കുന്നത്. പിന്നെ ഗ്രൂപ്പ് ജെ അർജന്റീന, ഓസ്ട്രേലിയ, അൾജീരിയ, ജോർദാൻ. അതിനകത്ത് അർജന്റീനക്ക് 6 പോയിൻ്റ് ഉണ്ട് 2 കളിയിൽ, ഓസ്ട്രേലിയക്ക് 3 പോയിൻ്റ്, അൾജീരിയ 3 പോയിൻ്റ്. ഇനി കളിയുള്ളത് അർജന്റീന, ജോർദാൻ, ഓസ്ട്രിയ, അൾജീരിയ. അതിൽ ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്ക് 2ാം സ്ഥാനമായിട്ട് ഗ്രൂപ്പ് റൗണ്ട് 82 കയറാം. അർജന്റീനക്കും കയറാം. പിന്നെ അൾജീരിയ തോക്കുകയാണെങ്കിൽ അൾജീരിയ, ഓസ്ട്രേലിയ ഏതെങ്കിലും ടീം തോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനമായിട്ട് ചിലപ്പോൾ റൗണ്ട് 8 വരും. ചാൻസ് കുറവാണ്, 3 പോയിൻ്റ് ആവുന്നുള്ളൂ. പിന്നെ ഉള്ളത് ഗ്രൂപ്പ് കെ കൊളംബിയ, പോർച്ചുഗൽ, കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ. അതിനകത്ത് കൊളംബിയ റൗണ്ട് 8 കടന്ന് പോർച്ചുഗലിന് ഇപ്പോൾ ഒരു കളി ബാക്കിയുണ്ട്. അത് ജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവും. അപ്പോൾ കൊളംബിയ തോക്കണം. കൊളംബിയ ജയിക്കുകയാണെങ്കിൽ കൊളംബിയ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് അവരൊക്കെ എടുക്കും. പോർച്ചുഗലും കൊളംബിയയും എന്തായാലും റൗണ്ട് 8 കിടക്കും. പിന്നെയുള്ള ചാൻസ് കുറവ് പാകിസ്ഥാന്, കോങ്കോയിലേക്കും 8 കിടക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ഗ്രൂപ്പ് എൽ ഇംഗ്ലണ്ട്, ഗാന, ക്രൊയേഷ്യ, പനാമ. അപ്പോൾ എനിക്ക് കളിയുള്ളത് ഗാന, ക്രൊയേഷ്യ. അപ്പോൾ അതിനകത്ത് ഗാന ജയിക്കുകയാണെങ്കിൽ ഗാനക്ക് 7 പോയിൻ്റ് ആവും. ക്രൊയേഷ്യ ജയിക്കുകയാണെങ്കിൽ ക്രൊയേഷ്യക്ക് 6 പോയിൻ്റ്. ഇംഗ്ലണ്ട് ജയിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് 7 പോയിൻ്റ് ആവും. എന്നാലും ഗോളിൻ്റെ വ്യത്യാസത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തീരുമാനിച്ചിട്ട് അവർ റൗണ്ട് 8 എടുക്കും. പനാമക്ക് ചാൻസ് കുറവാണ്. ഇതിൽ നിന്ന് 3 ടീമും റൗണ്ട് 8 എത്താനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് പിന്നെ റൗണ്ട് 30 എത്താൻ ചാൻസ് ഉള്ള 3ാം സ്ഥാനക്കാരുള്ളത് ടീമിൻ്റെ പേര് പറയാം. സ്വീഡന്, ഇക്വഡർ, ബോസ്നിയ, പരാഗ്വേ, ക്രൊയേഷ്യ, സൗത്ത് കൊറിയ, അൾജീരിയ, സ്കോട്ട്ലാൻഡ്. ഇപ്പോൾ നിലവിൽ ഇത്ര 8 ടീമാണ് 3ാം സ്ഥാനമായിട്ട് റൗണ്ട് 8 കിടക്കുന്നത്. ഇപ്പോൾ ഉള്ള 8 ടീമിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള കളിയും കൂടി ഇപ്പോൾ